ഒരു വിശദീകരണം പത്രത്തിലൂടെയോ അല്ലാതെയൊക്കെ പത്രാധിപർ നൽകേണ്ടതാണ്. ഒരുപക്ഷെ ലക്ഷക്കണക്കിന് വായനക്കാരുള്ള മനോരമയുടെ പത്രാധിപർക്ക് അതിനൊന്നും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2 കോടി വോട്ടുള്ള സ്ഥലത്ത് 25 ലക്ഷത്തിൽ വ്യാജ വോട്ടർമാരുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് സാധാരണക്കാരനല്ല. പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അതിന് ഗൗരവമേറെയാണ്. ഒരു ദിവസം 9 രൂപ കൊടുത്തിട്ട് മലയാള മനോരമ പത്രം വായിക്കുന്ന ഒരാളാണ് ഞാൻ. അത് വാങ്ങിയാണ് വായിക്കുന്നത്, എനിക്ക് സൗജന്യമായിട്ട് കിട്ടുന്നതല്ല. രണ്ടായിരത്തി 2025 നവംബർ 6-ാം തീയതിയിലെ മലയാള മനോരമ ദിനപത്രത്തിൻ്റെ ആദ്യത്തെ പേജാണ് ഇത്. ഇതിൽ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ഹരിയാനയിൽ 25 ലക്ഷം വോട്ടിൻ്റെ കൊള്ളയെന്ന് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റാണ് വളരെ പ്രാധാന്യത്തോടുകൂടി മലയാള മനോരമ കൊടുത്തിരിക്കുന്നത്. മാതൃഭൂമിയും അങ്ങനെയാണ്. ഒട്ടുമിക്ക പത്രങ്ങളിലും ഇത്തരത്തിലാണ് തലക്കെട്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ മൗദൂദി ചാനൽ വലിയ പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുണ്ട്. അവരുടെ ആരാധ്യപുരുഷനാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ രാഹുൽജിയുടെ വായിൽ നിന്ന് സത്യം മാത്രമേ വരൂ എന്നുള്ളതാണ് എന്നും മീഡിയ വണ്ണിൻ്റെ ഒരു നിലപാട്. സത്യം വധ ധർമ്മം ചര എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് രാഹുൽ ഗാന്ധി എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അത് വിശ്വസിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, മലയാള മനോരമ ഇത്തരം ഒരു വാർത്തയ്ക്ക് തലക്കെട്ട് നൽകിയിരിക്കുകയാണ്. ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന അർത്ഥഭാരതീയൻ പറയുന്ന പൊട്ടത്തരത്തിൻ്റെ പൊരുൾ തേടിപ്പോകുന്ന ഒരു മലയാള മനോരമ വായനക്കാരനല്ല ഞാൻ. മലയാള മനോരമ പത്രാധിപരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാഹുൽ ഗാന്ധിയുടെയോ അദ്ദേഹത്തിൻ്റെ ശിൽബന്തി KC വേണുഗോപാലിൻ്റെയോ അതല്ലെങ്കിൽ അവരുടെ ബിനാമി ഖാർഗേജിയുടെയോ ഐക്യമുള്ള ആളുകളല്ല മലയാള മനോരമ വായനക്കാരിലെ ബഹുഭൂരിപക്ഷവുമെന്നും മനോരമയുടെ പത്രാധിപരെ തിരിച്ചറിയണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാനിത് പറയാനുള്ള കാരണം, ഏത് പത്രത്തിനും വാർത്തകൾ ഇഷ്ടം പോലെ കൊടുക്കാം, വാർത്തകൾ കൊടുക്കണം. ഇഷ്ടമുള്ള വാർത്തയായാലും ശരി, ഇഷ്ടമില്ലാത്ത വാർത്തയായാലും വാർത്ത വായിക്കാനാണ് ജനങ്ങൾ തീർച്ചയായിട്ടും പത്രം വായിക്കുന്നത്. പക്ഷേ ഒരു പത്രത്തിൻ്റെ അഭിപ്രായം വരുന്നത് പത്രത്തിൻ്റെ എഡിറ്റോറിയലിലാണ്. എഡിറ്റോറിയലിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പത്രാധിപർക്ക് ഒളിച്ചോടാൻ പറ്റില്ല. വാർത്തകളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പക്ഷേ മാറി നിൽക്കാം, എനിക്കറിയാവുന്നതല്ല, ലേഖകൻ അയച്ചതെന്നാണ് എന്നൊക്കെ നമുക്ക് പറയാം. എഡിറ്റോറിയൽ ചീഫ് എഡിറ്റർ അറിയാതെ ഒരു എഡിറ്റോറിയൽ ഒരു പത്രത്തിലും പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നാണ് നിയമം. അങ്ങനെ പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ചീഫ് എഡിറ്റർക്ക് ആ പത്രത്തിൻ്റെ മുകളിൽ നിയന്ത്രണമില്ല എന്നാണ്. ഇവിടെ ഞാനിത് പറയാനുള്ള കാരണം, മലയാള മനോരമയുടെ 2025 സെപ്റ്റംബർ 6-ാം തീയതി വന്നിരിക്കുന്ന പത്രത്തിലെ മുഖപ്രസംഗമാണ്. മുഖപ്രസംഗത്തിൻ്റെ ടൈറ്റില് ആശങ്കയുണർത്തുന്ന മോഡൽ ജനാധിപത്യം, വോട്ടുകൊള്ള ആരോപണത്തിൽ നിഷ്പക്ഷ അന്വേഷണം അനിവാര്യം. ഒരു തർക്കവുമില്ല. ആദ്യം മനോരമയുടെ 2-3 ആർഗ്യുമെൻറ്റ്സ് അവർ എഡിറ്റോറിയൽ പറയുന്നുണ്ട്. ഏതാണ്ട് 5 വാദങ്ങളാണ് എഡിറ്റോറിയൽ അവർ പറയുന്നത്, 5 അഭിപ്രായങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട 5 പോയിൻറ്റ്സാണ് ഒരു മനോരമ വായനക്കാരനെന്ന നിലയിൽ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നിയത്. അതിനൊക്കെ കൃത്യമായി ഒരു വിശദീകരണം പത്രത്തിലൂടെയോ അല്ലാതെയൊക്കെ പത്രാധിപർ നൽകേണ്ടതാണ്. ഒരുപക്ഷെ ലക്ഷക്കണക്കിന് വായനക്കാരുള്ള മനോരമയുടെ പത്രാധിപർക്ക് അതിനൊന്നും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ എഡിറ്റോറിയൽ വായിച്ച ഒരു വായനക്കാരൻ, ഒരു ദിവസം 9 രൂപ കൊടുത്തിട്ട് മലയാള മനോരമ പത്രം വായിക്കുന്ന ഒരാളാണ് ഞാൻ. അത് വാങ്ങിയാണ് വായിക്കുന്നത്, എനിക്ക് സൗജന്യമായിട്ട് കിട്ടുന്നതല്ല. അപ്പോൾ 9 രൂപ മുടക്കി ഒരു പത്രം വായിക്കുമ്പോൾ അതിൻ്റെ മൂല്യം ആ പത്രത്തിനുണ്ടാകണ്ടേ? അതിൽ എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് മലയാള മനോരമ പത്രാധിപരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ എഡിറ്റോറിയൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, 2 കോടി വോട്ടർമാരുള്ള സംസ്ഥാനത്ത് 25 ലക്ഷത്തിലേറെ വോട്ടുകൾ വ്യാജമെന്ന് കണ്ടെത്തിയതായി ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അതിന് ഗൗരവമേറെയാണ്. വളരെ കറക്റ്റാണ്. 2 കോടി വോട്ടുള്ള സ്ഥലത്ത് 25 ലക്ഷത്തിൽ വ്യാജ വോട്ടർമാരുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് സാധാരണക്കാരനല്ല. പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അതിന് ഗൗരവമേറെയാണ്. അപ്പം പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവനയെ വളരെ ഗൗരവത്തിലെടുത്തുകൊണ്ടാണ് മലയാള മനോരമയുടെ ചീഫ് എഡിറ്റർ ശ്രീമാൻ മാമൻ മാത്യു ഈ എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ളത്. ഇവിടെയാണ് എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം. രാഹുൽ ഗാന്ധിയുടെ
ഏതൊക്കെ പ്രസ്താവനയാണ് അങ്ങ് ഗൗരവമായിട്ട് എടുത്തിട്ടുള്ളത്, ഏതൊക്കെ പ്രസ്താവനയാണ് അദ്ദേഹം അങ്ങ് ഗൗരവമായിട്ട് എടുക്കാത്തത്? രാഹുൽ ഗാന്ധിയുടെ ചില സ്റ്റേറ്റ്മെൻറ്റ് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബാലേക്കോട്ടിൽ ഇന്ത്യൻ വ്യോമസേന ആക്രമണം നടത്തിയപ്പോൾ അവിടെ ആരും കൊല്ലപ്പെട്ടിട്ടില്ലെന്നും ചില പൈൻമരങ്ങൾക്ക് മാത്രമാണ് അത്യാവശ്യം കേടുപാട് ഉണ്ടായതും എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പാകിസ്ഥാൻ പട്ടാളവും അത് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയെ ശ്രീ മാമൻ മാത്യു ഗൗരവമായിട്ട് കാണുന്നുണ്ടോ? അതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം, കോൺഗ്രസ് തോക്കാൻ ആരംഭിച്ചപ്പോൾ മുതൽ രാഹുൽ ഗാന്ധി നിരന്തരമായി വിമർശിച്ചുകൊണ്ടിരുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെയാണ്. അത് സുപ്രീം കോടതി വരെ പരിശോധിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഒരു തരത്തിലുള്ള കാപട്യങ്ങളും കള്ളത്തരങ്ങളും കാണിക്കാൻ കഴിയില്ല എന്ന് കോടതിക്ക് ബോധ്യമായി. രാഹുൽ ഗാന്ധി വ്യാപകമായി പ്രചരണം നടത്തിക്കൊണ്ടിരുന്ന ഈ EVM-ൽ ചില പ്രോഗ്രാമുകൾ ചെയ്ത് നമ്മളെ കൈപ്പത്തിക്ക് വോട്ട് ചെയ്താൽ ആ വോട്ട് താമരയ്ക്ക് പോകും എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഇന്ത്യൻ സുപ്രീം കോടതി പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇത്തരം വിഡ്ഢിത്തങ്ങളുമായിട്ട് ഇനിയും കോടതിയിൽ വരരുത്, തള്ളിക്കളഞ്ഞു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് മോശമാണ്, അതിലെ തെറ്റായ പ്രോഗ്രാം ചെയ്യാം, അതുപയോഗിച്ച് കള്ളത്തരം കാണിക്കാം. അങ്ങനെയാണ് BJP അധികാരത്തിൽ വന്നത് എന്ന് ശ്രീ മോമൻ മാത്യു കരുതുന്നുണ്ടോ? അദ്ദേഹം അങ്ങത് ഗൗരവത്തിൽ എടുക്കുന്നുണ്ടോ? ഇതാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു, ചൗക്കിദാർ ചോർ ഹേ, ചൗക്കിദാർ കള്ളനാണ്. ആരാണ് ചൗക്കിദാർ? നരേന്ദ്രമോദിയാണ് ചൗക്കിദാർ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അദ്ദേഹം കള്ളനാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. മിസ്റ്റർ മാമൻ മാത്യു, താങ്കൾക്ക് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കള്ളനാണെന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഗൗരവത്തിലെടുക്കാൻ താങ്കൾക്ക് കഴിയുമോ? അതാണ് എനിക്ക് മാമൻ മാത്യുവിനോട് ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലെ ഒന്ന്. ഇനിയും തീർന്നില്ല, ഇനിയും നാലാമത് ഒരെണ്ണമുണ്ട്. രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി പറഞ്ഞു, ഇന്ത്യയിലെ സിഖുകാരുടെ സ്ഥിതി വളരെ അരക്ഷിതാവസ്ഥയിലാണെന്നും അവർ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്നും. അങ്ങ് പത്രത്തിൻ്റെ പത്രാധിപരല്ലേ? വിദേശ മാധ്യമങ്ങളിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അടിച്ചു വന്നിട്ടുണ്ട്, ദൃശ്യമാധ്യമങ്ങളിൽ നൽകിയിട്ടുണ്ട്. അങ്ങ് അതൊന്നും നോക്കണം. ഇന്ത്യയിൽ സിഖുകാർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായമാണ് ഞാൻ ഈ പറഞ്ഞത്, അങ്ങ് അത് വിശ്വസിക്കുന്നുണ്ടോ? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത്, അഞ്ചാമത് പറഞ്ഞ ഒരു കാര്യം, സ്റ്റേറ്റിനെതിരായിട്ട് യുദ്ധം ചെയ്യണമെന്നാണ്. അതും വിദേശത്ത് വെച്ച് പറഞ്ഞതാണ്. സ്റ്റേറ്റിനെതിരായിട്ട് യുദ്ധം ചെയ്യണം എന്ന് രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തത് സ്റ്റേറ്റ് എന്താണ്? ഇന്ത്യയാണ്. ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യണം എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇത് പാകിസ്ഥാനി ജനറൽ അസീം മുനീർ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഷീ ജിൻപിങ് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് പറഞ്ഞത് ഈ രാജ്യത്തിനെതിരായിട്ട്, സ്വന്തം മാതൃരാജ്യത്തിനെതിരായിട്ട് യുദ്ധം ചെയ്യണം എന്ന്. അങ്ങ് ആ സ്റ്റേറ്റ്മെൻറ്റ് ഗൗരവത്തിൽ എടുക്കുന്നുണ്ടോ? അവസാനം രാഹുൽ ഗാന്ധി പറയുന്നു, ഇന്ത്യൻ സേനയുടെ നിയന്ത്രണം 10% വരുന്ന സവർണരിലാണ് എന്ന്. ശ്രീ മോമൻ മാത്യു, ഈ നിലപാടിനോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ? ഈ നിലപാടിനെ താങ്കൾ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടോ? ഏഴാമത്തെ വെളിപാടാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വോട്ടുകൊള്ള. ഈ വോട്ടുകൊള്ള എന്ന ഈ വെളിപാടിന് മുമ്പ് രാഹുൽ ഗാന്ധി എന്ന അർത്ഥഭാരതീയൻ അദ്ദേഹം പറഞ്ഞ മറ്റ് 6 സ്റ്റേറ്റ്മെൻറ്റുകൾ ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ വായിച്ചത്. ഇതിനോടൊക്കെ അങ്ങേക്ക് എന്താണ് അഭിപ്രായം? ഇതിലേതൊക്കെയാണ് അങ്ങ് ഗൗരവത്തോടെ എടുക്കുന്നത്, ഏതൊക്കെയാണ് ഗൗരവത്തോടെ എടുക്കാത്തത്? അങ്ങയോട് പറഞ്ഞ ഒരു എഡിറ്റോറിയലിൽ അങ്ങ് എഴുതിയ വാചകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് ചോദിക്കുന്നത്. മനോരമയ്ക്കൊരു കാര്യം ചെയ്യാം, രാഹുൽ ഗാന്ധിയുടെ ഈ വെളിപാടുകളെല്ലാം കൂടെ ഉൾപ്പെടുത്തി ഒരു വെളിപാട് പുസ്തകം തന്നെ പ്രസിദ്ധീകരിക്കുന്നതിൽ തെറ്റില്ല. 2026 കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഹുൽജിയുടെ വെളിപാടുകൾ എന്ന് പറഞ്ഞ് ഒന്ന് തയ്യാറാക്കി എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും എല്ലാവർക്കും കൊടുത്താൽ നന്നായിരിക്കും. ഇക്കാര്യം മലയാള മനോരമയുടെ പ്രസിദ്ധീകരണ വിഭാഗം പ്രത്യേകം ശ്രദ്ധിച്ചാൽ അത് നന്നായിരിക്കും. കോൺഗ്രസിന് ജയിക്കാൻ അത് സഹായകമാവും എന്നുമാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും രണ്ടാമത്തെ കാര്യത്തിലേക്ക് കടക്കാം. അങ്ങ് പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കാര്യം, ആർക്കും
എത്ര തവണ വേണമെങ്കിലും വോട്ട് ചെയ്യാവുന്ന ഉണ്ടായെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ആർക്കും എത്ര തവണ വേണമെങ്കിലും വോട്ട് ചെയ്യാൻ കഴിയുന്ന അവസ്ഥയുണ്ടായെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു. ഞാൻ വളരെ ലളിതമായി ചോദിക്കട്ടെ, ശ്രീ മാമൻ മാത്യു, അത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ത്യൻ ജനാധിപത്യത്തിലെ കുറ്റമറ്റ വോട്ടിംഗ് സമ്പ്രദായമുള്ള നമ്മുടെ രാജ്യത്ത് ആർക്ക് വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും വോട്ട് ചെയ്യാൻ കഴിയുന്നൊരു സംവിധാനം ഇന്ത്യയിലുണ്ട് എന്ന് ആത്മാർത്ഥമായിട്ട് താങ്കൾ കരുതുന്നുണ്ടോ? അത് പറയണം. അങ്ങ് എഴുതിയിരിക്കുന്നതാണ്. ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞതിനെക്കുറിച്ച് അങ്ങ് എഴുതിയിരിക്കുന്നതാണ്. ഇത് അങ്ങ് ഗൗരവമായിട്ടാണോ എടുക്കുന്നത്? ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം, അങ്ങയുടെ എഡിറ്റോറിയലിലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നീതിയുക്തവും സുതാര്യവുമായി തിരഞ്ഞെടുപ്പുകൾ നടത്തുകയും അത് രാജ്യത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രാഥമികമായ കർത്തവ്യമാണ്. എഗ്രീഡ്, 100% സമ്മതിച്ചു. അത് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രാഥമികമായ കർത്തവ്യമാണ്. അത് മാൻഡേറ്ററിയാണ്. അതവർ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ചുമതലയുണ്ട് ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക്. അവിടെയാണ് എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളൊരു ചോദ്യം. അതിന് ഇലക്ഷൻ കമ്മീഷൻ എന്താണ് ചെയ്യേണ്ടത്? അതായത് തിരഞ്ഞെടുപ്പ് നീതിയുക്തമായിട്ടാണ് നടന്നത്, സുതാര്യമായിട്ടാണ് നടന്നത് എന്ന് ജനങ്ങളെ ധരിപ്പിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്താണ് ചെയ്യുന്നത്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 3 പേരാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷനും മറ്റ് 2 മെമ്പർമാരും 2 കമ്മീഷണർമാരും. അവരെന്താണ് ചെയ്യുന്നത്? അവർക്ക് ചെയ്യാൻ എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം, എൻ്റെ അറിവ് പരിമിതമായ അറിവാണ്, അറിവിൽപ്പെട്ടിടത്തോളം അങ്ങയുടെ ഈ നിർദ്ദേശമനുസരിച്ച്, അങ്ങ് ഇത് രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഇത് സാക്ഷാൽ മാമൻ മാത്യുവിൻ്റെ അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. മുമ്പ് പറഞ്ഞതൊക്കെ രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ അങ്ങ് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനോടാണ് പറയുന്നത്. അവരുടെ പ്രാഥമികമായ കർത്തവ്യത്തെ അങ്ങ് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ചെയ്യേണ്ടത്? എനിക്കറിയാവുന്ന കാര്യങ്ങൾ 3 മാർഗമുണ്ട്. ഒന്ന്, പത്രസമ്മേളനം വിളിച്ചു കൂട്ടാം. പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് രാഹുൽ ഗാന്ധി ഉയർന്നിരിക്കുന്ന വിമർശനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്കെതിരെ അക്കമിട്ട് മറുപടി പറയാൻ അവർ കഴിയും. കഴിഞ്ഞ പ്രാവശ്യം അവരത് ചെയ്തതാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതാണല്ലോ, അതവർ ചെയ്തതാണ്. ഇനിയും ഒരു പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അത് ചെയ്തേക്കാം. പത്രസമ്മേളനം നടത്തി വിളിച്ച് പറയുകയല്ലാതെ 140 കോടി ജനങ്ങളെയും അവരെങ്ങനെ ധരിപ്പിക്കാൻ പറ്റും? അവരാകപ്പാടെ 3 പേരല്ലേ ഉള്ളൂ. ഇനിയും രണ്ടാമതൊരു മാർഗമുണ്ട്. നമ്മുടെ രാമായണത്തിലെ സീത അഗ്നിശുദ്ധി വരുത്തി രാമൻ സ്വീകരിച്ചതായിട്ട് പറയുന്നുണ്ട്. ഇനി ഈ 3 ഇലക്ഷൻ കമ്മീഷണർമാരും കൂടി ഇന്ദ്രപ്രസ്ഥത്തിൽ വലിയൊരു അഗ്നികുണ്ഡം തീർത്ത് അതിലൂടെ നടന്നു വന്ന് അഗ്നിശുദ്ധി തെളിയിക്കാൻ ഒരു മാർഗമുണ്ട്. അതിനെക്കുറിച്ച് അങ്ങേക്ക് വേണമെങ്കിൽ അടുത്ത ഒരു എഡിറ്റോറിയൽ എഴുതാം. ഇനി അങ്ങ് ഇന്ദ്രപ്രസ്ഥം വരെ പോകാൻ പറ്റത്തില്ലെങ്കിൽ, ഞാനും മാമൻ മാത്യു ഒക്കെ ജീവിക്കുന്നത് തിരുവിതാംകൂറിലാണ്, പഴയ തിരുവിതാംകൂറിലാണല്ലോ. പഴയ തിരുവിതാംകൂറിലൊരു സംവിധാനം ഉണ്ടായിരുന്നു. അതറിയപ്പെടുന്നത് ശുചീന്ദ്രൻ കൈമുക്ക് എന്നാണ്. ഒരാൾ കള്ളം പറയുന്നു എന്ന് തോന്നിയാൽ ശുചീന്ദ്രം ക്ഷേത്രത്തിലെ ഒരു പാത്രം കൊണ്ടുവച്ചിട്ട്, ഒരു ഉരുളി കൊണ്ടുവച്ചിട്ട് അതിൻ്റെ നടുക്ക് ഒരു കാളയുടെ പ്രതിമ വയ്ക്കും. എണ്ണ തിളച്ചു മറിയുമ്പോൾ കൈ അതിൽ മുക്കി ഈ കാളയുടെ പ്രതിമ എടുക്കാൻ ആവശ്യപ്പെടും. അത് കാളയുടെ പ്രതിമ എടുക്കാൻ ശ്രമിക്കുമ്പോൾ കൈ പൊള്ളിയാൽ ഇയാൾ പറയുന്നത് കള്ളമാണെന്നാണ് അർത്ഥം. സത്യം പറയുന്നവൻ്റെ കൈ പൊള്ളില്ല എന്നാണ് ഒരു വിശ്വാസം. അതുകൊണ്ടാണ് ശുചീന്ദ്രം കൈമുക്ക് അന്ന് കൂടുതൽ പ്രശസ്തി നേടിയിരുന്നത്. പ്രശസ്തിയായാലും ശരി, അത് കുപ്രസിദ്ധിയായാലും ശരി. എനിക്ക് തോന്നുന്നു അതൊരു കുപ്രസിദ്ധിയാണ്, അതൊരു പ്രസിദ്ധിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും. അപ്പം ഇത് നടത്തുന്നതിന് അതിന് ചില ചുമതലയുള്ള ആളുകളുണ്ട്. ഇത് നടത്തുന്നതിന് ചുമതലയുണ്ടായിരുന്ന ആളുകൾ അറിയപ്പെടുന്നത് വട്ടപ്പള്ളി സ്ഥാനീയർ എന്നാണ്. ഈ വട്ടപ്പള്ളി സ്ഥാനീയരുടെ നേതൃത്വത്തിലാണ് ഈ ശുചീന്ദ്രൻ കൈമുക്ക് നടത്തുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള മൂന്നാമത്തെ ഒരു ഓപ്ഷൻ, കോട്ടയത്ത് മാമൻ മാപ്പിള ഹാളിൽ, ഇപ്പോൾ ശുചീന്ദ്രത്തെ അത് സാധ്യ തിരുനാൾ നിർത്തി കൈമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ശുചീന്ദ്രത്തോട്ട് പോകാമായിരുന്നു. അതൊക്കാത്തത് കൊണ്ട് മാമൻ മാപ്പിള ഹാളിൽ കോട്ടയത്ത് നമുക്ക് ഒരു വലിയ ഉരുളി കൊണ്ടുവച്ച് അതിനകത്ത് രാഹുൽജിയുടെ പ്രതിമ വെച്ച്, കാളയുടെ പ്രതിമ വെക്കുന്നതിന് പകരം രാഹുൽജിയുടെ പ്രതിമ വെച്ചാൽ മതി, വലിയ വ്യത്യാസമൊന്നുമില്ല. എന്തായാലും ശരി, ആ രാഹുൽജിയുടെ പ്രതിമ അതിനകത്ത് വെച്ചിട്ട് ഈ 3 ഇലക്ഷൻ കമ്മീഷണർമാരും കൂടെ വന്ന് ഈ തിളച്ച നെയ്യിൽ കൈമുക്കി രാഹുൽജിയുടെ പ്രതിമ എടുക്കാൻ അവരോട് നിർദ്ദേശിക്കാം. അത് കള്ളമാണ് പറഞ്ഞതെങ്കിൽ തീർച്ചയായിട്ടും കൈ കൊള്ളാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പിന്നെ നടത്താനുള്ള, പണ്ട് ശുചീന്ദ്രത്ത് നടത്തിയിരുന്നത് വട്ടപ്പള്ളി സ്ഥാനീയരാണ്. വട്ടപ്പള്ളി സ്ഥാനീയർ വേണ്ട, മനോരമ കുടുംബത്തിൽ നിന്നും അങ്ങേക്കും
മറ്റ് ആളുകൾക്ക് 3 പിന്നെ പത്രങ്ങളുടെ പിന്നെ പിന്നെ നമ്മുടെ പിന്നെ എഡിഷൻസിൻ്റെ ചുമതല സഹോദരന്മാർക്കൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ 3 പേരും കൂടെ വന്ന് ഇതിനെ വട്ടപ്പള്ളി സ്ഥാനീകരണ ചുമതല ഏറ്റെടുത്ത് ഈ 3 പേരെയും കൊണ്ട് നമുക്ക് ഇത് കൈമുക്കാൻ അവരോട് പറയണം. അങ്ങനെ പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ കൊണ്ട് കൈമുക്കണം. രണ്ടാമത് ഡോക്ടർ സുഖബീർ സിംഗ് ഒരു മെമ്പറാണ്, അദ്ദേഹത്തിനോടെയും കൈമുക്കാൻ പറയാം. അവസാനമായിട്ട് ഡോക്ടർ വിവേക് ജോഷി, ഈ 3 പേരെയും നിർത്തി അവരോട് കൈമുക്കാൻ പറയണം. പിന്നെ അങ്ങയുടെ എഡിറ്റോറിയലിൻ്റെ ഭാഗത്ത് വേറെ ചില കാര്യം കൂടി അങ്ങ് പരാമർശിക്കുന്നുണ്ട്, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അതുകൂടെ ഒന്ന് പറയുകയാണ്. അതിനകത്ത് അങ്ങ് ബംഗളൂരു പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മഹാദേവപുരത്ത് വോട്ടർ പട്ടികയിൽ ഇരട്ടിപ്പ് സംഭവിച്ചിട്ടുണ്ട്. അത് അങ്ങ് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് 1,250,000 വോട്ടുകൾക്കാണ് വ്യത്യാസം വന്നിരിക്കുന്നതാണ് അങ്ങ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അലന്ത് മണ്ഡലത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടിയ ഇരകളെ രാഹുൽജി പ്രദർശിപ്പിച്ചു. അതുകൊണ്ട് ഇവിടെ വോട്ട് കൊള്ളയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ വലിയ അപകടം പിടിച്ചതാണ് എന്നാണ് അങ്ങ് ഈ എഡിറ്റോറിയലിലൂടെ ഞങ്ങളെ ഉദ്ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും ശരി, അതിൻ്റെ തുടർച്ചയായി അങ്ങ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. അത് എനിക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് തന്നെ തോന്നി. വോട്ടർ പട്ടിക അടിസ്ഥാന തെളിവായി എടുത്താണ് രാഹുൽ ആരോപണങ്ങൾ ഉന്നയിച്ചു പോരുന്നതെന്നിരിക്കെ അതേ ഗൗരവത്തോടെ കമ്മീഷൻ മറുപടി പറയേണ്ടതുണ്ട്. അപ്പോൾ ബേസിക് ഡോക്യുമെൻ്റ് എന്ന് അങ്ങ് പറയുന്നത് വോട്ടർ പട്ടികയാണ്. എനിക്കും അതിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ല. ഈ ഇലക്ഷൻ ക്രമീകരണങ്ങളുമായിട്ട് വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ആർക്കും, ഒരു ഇന്ത്യൻ പൗരനും അതിനകത്ത് എതിരഭിപ്രായം പറയാനുള്ള കാര്യമില്ല. വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കിയാണ് തീർച്ചയായിട്ടും ഇത് ഈ കാര്യങ്ങൾ. അതിൻ്റെ ബേസിക് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് വോട്ടർ പട്ടികയാണ്. ഇവിടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത്. ഈ വോട്ടർ പട്ടിക അതാണ് അങ്ങ് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ട ഒരു കാര്യം. വോട്ടർ പട്ടികയുടെ ചുമതല ആരാണ്? ഈ വോട്ടർ പട്ടിക, ഈ ഇലക്ഷൻ കമ്മീഷനിൽ ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ആരാണ്? അപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിയമം അനുസരിച്ച് കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറെയാണ് വയ്ക്കുന്നത്. കേരളത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിയോഗിക്കുന്ന ഒരു ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലും ഇതിന് മേൽനോട്ടം വഹിക്കുന്നത്. അവരുടെ കോർ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് നിയമത്തിൽ വളരെ വ്യക്തമായും പറയുന്നുണ്ട്. അങ്ങേക്കത് അറിയാമെങ്കിലും സാധാരണ ഇത് ശ്രദ്ധയിൽപ്പെടാത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അറിവിലേക്ക് ഞാൻ വായിക്കുകയാണ്. ഒന്ന്, അവരുടെ കോർ റെസ്പോൺസിബിലിറ്റിയിൽ നമ്പർ 1 സൂപ്പർവൈസിങ് ഇലക്ഷന് മേൽനോട്ടം വഹിക്കുക. പിന്നെ പറയുന്നു മാനേജിങ് ഇലക്ടറൽ റോൾസ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദ പ്രിപ്പറേഷൻ, റിവിഷൻ ആൻഡ് കറക്ഷൻ ഓഫ് all electoral rolls in the states to ensure accuracy and prevent voter fraud. അപ്പോൾ വോട്ടർ ഫ്രോഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അക്യുറസി ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ കൃത്യമായി ഇതൊക്കെ നോക്കി ഇലക്ടറൽ റോൾസ് കൃത്യമായും സത്യസന്ധമായും സുതാര്യമായും സൂക്ഷിക്കേണ്ട ചുമതല ചീഫ് ഇലക്ടറൽ ഓഫീസർക്കുള്ളതാണ്. ഇനിയും ഈ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണെന്ന് നോക്കാം. രാഹുൽജി പിങ്കിമോളെ പിന്നെ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആക്കിയതുപോലോ, അല്ലെങ്കിൽ സോണിയാജി രാഹുൽജിയെ AICC പ്രസിഡൻ്റ് ആക്കിയതുപോലോ ഒരു ചീഫ് ഇലക്ടറൽ ഓഫീസറെ വയ്ക്കാൻ പറ്റുമോ? അതാണ് നമ്മൾ പരിശോധിക്കേണ്ട കാര്യം. ഒരുപക്ഷെ അങ്ങനെ പറ്റുമെങ്കിൽ ജ്ഞാനേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ മകനെയോ മകളെയോ ആരെങ്കിലും കൊണ്ട് വെക്കാൻ ഒരു സാധ്യത കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു സിസ്റ്റമാണെന്ന് നമുക്ക് നോക്കണം. അവിടെ നിയമത്തിൽ പറയുന്ന ഒരു കാര്യം അതൊന്ന് ശ്രദ്ധിക്കണം. ദ CEO, അതായത് ചീഫ് ഇലക്ടറൽ ഓഫീസർ, ഈസ് അപ്പോയിൻറ്റഡ് ബൈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദി സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറെ വയ്ക്കുന്നത്. അവരുടെ സഹോദരിമാരെ, അനന്തരവരെ, മക്കളെ ഒന്നും വെക്കാനുള്ള സംവിധാനം ഇതിനകത്ത് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയല്ല, സംസ്ഥാനങ്ങളാണ് അത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനത്തിന്
തിരഞ്ഞെടുപ്പ് പട്ടിക അല്ലെങ്കിൽ വോട്ടർ പട്ടിക പുതുക്കുന്നതിലോ അതിൽ തിരുത്തുകൾ വരുത്തുന്നതോ അത് കൃത്യമായി സൂക്ഷിക്കുന്നതിനോ ഒരു ഉത്തരവാദിത്തമില്ലെന്നും അതാത് സംസ്ഥാനങ്ങളിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർമാരാണ് അത് ചെയ്യേണ്ടതെന്നും അടിവരയിട്ട് പറയുമ്പോൾ അങ്ങ് പറയുന്നു ബംഗളൂരു നിയോജക മണ്ഡലത്തിൽപ്പെട്ട മഹാദേവപുരത്തും അലന്തിലുമൊക്കെ വലിയ തിരിമറി നടത്തി എന്നങ്ങ് പറയുമ്പോൾ ആരാണ് ശ്രീ മോഹൻ മാത്യു അവിടെ ഭരിക്കുന്നത്? സിദ്ധരാമയ്യ എന്ന കോൺഗ്രസ് നേതാവല്ലേ? അദ്ദേഹവും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുമായിട്ട് ആലോചിച്ചല്ലേ ഈ ചീഫ് ഇലക്ടറൽ ഓഫീസറെ അവിടെ നിയമിച്ചിരിക്കുന്നത്. ഇത് അങ്ങ് പറയുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? തീർച്ചയായിട്ടും അങ്ങേപ്പോലുള്ള ഒരാൾ അത്യാവശ്യം വലിയൊരു പാരമ്പര്യമുള്ള ഒരു പത്രത്തിൻ്റെ പത്രാധിപർ എന്നുള്ള നിലയിൽ ഒരു എഡിറ്റോറിയൽ എഴുതുമ്പോൾ, അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, മന്ദബുദ്ധികളല്ല ഇത് വായിക്കുന്നത്, ഇത് വായിക്കുന്നതിനകത്ത് സാമാന്യ ബുദ്ധിയുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് അങ്ങ് ഇത്തരം എഡിറ്റോറിയലൊക്കെ എഴുതുമ്പോൾ ഇത് വായിക്കുന്നവർ കൃത്യമായ ചോദ്യവുമായി വരും എന്ന് അങ്ങ് മറക്കരുത് എന്ന് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി അവസാനം അങ്ങ് ഇതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. അവിടാണ് എനിക്ക് വളരെ ഇഷ്ടമായ ഒരു സെൻറ്റൻസ്. നിഷ്പക്ഷ അന്വേഷണത്തിനുള്ള സന്നദ്ധത കമ്മീഷൻ കാട്ടുന്നില്ല എന്നതാണ് നിർഭാഗ്യകരം. എന്താണ് ശ്രീ മോഹൻ മാത്യു നിഷ്പക്ഷ അന്വേഷണത്തിനുള്ള സന്നദ്ധത? അത് പരിശോധിക്കേണ്ടത് ആരാണ്? അത് പരിശോധിക്കേണ്ട ചീഫ് ഇലക്ടറൽ ഓഫീസർ അല്ലേ? അവിടെ ഇരിക്കുന്ന 3 പേരാണോ ഈ 140 കോടി ജനങ്ങളുടെ രാജ്യത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കുന്നത്? അവർക്ക് എന്ത് റോളാണ് അതിനകത്തുള്ളത്? എന്താണ് അവർ ചെയ്യേണ്ടത്? അവർ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇലക്ഷൻ്റെ പ്രൊസീജിയർ കൃത്യമായിട്ട് അവരത് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞു. അപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസറും അതുപോലെ തന്നെ ഇലക്ഷൻ്റെ ചുമതലയുള്ളത് ആർക്കാണ്? അത് ഒരു ഡെപ്യൂട്ടി കളക്ടറാണ്. ഡെപ്യൂട്ടി കളക്ടർ ഇലക്ഷൻ അദ്ദേഹത്തിനാണ് ചുമതലയുള്ളത്. അതിൻ്റെ താഴെ ആരാണ്? BLOമാർ. ഇവരൊക്കെ സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് ശമ്പളം പറ്റുന്ന, ഖജനാവിൽ നിന്ന് ശമ്പളം പറ്റുന്ന ജീവനക്കാരല്ലേ, ഉദ്യോഗസ്ഥരല്ലേ? അവരുടെ നിയന്ത്രണം സംസ്ഥാന ഗവൺമെൻറ്റിനല്ലേ? അതിൻ്റെ മുകളിൽ എന്ത് അന്വേഷണമാണ് ശ്രീ മോഹൻ മാത്യു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്നത്? എന്തായാലും ശരി, അങ്ങ് പറയുന്നത് ഈ ഇലക്ഷൻ കമ്മീഷൻ കാണിക്കുന്ന ഈ സന്നദ്ധത കാണിക്കുന്നില്ല എന്നുള്ളത്, അവസാനത്തെ അങ്ങയുടെ സെൻറ്റൻസ് ഇതാണ്: ഇത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ദുരന്തം, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളുടെയും. ഇത് നമ്മളുടെ ജനാധിപത്യത്തിൻ്റെ ദുരന്തം, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളുടെയും ദുരന്തമാണ്, ജനാധിപത്യത്തിൻ്റെയും ദുരന്തമാണ്. ഒരു കൃത്യമായി സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, കേരളത്തിലെ മാധ്യമങ്ങളെ ശ്രദ്ധാപൂർവം വായിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, സാമാന്യ വിദ്യാഭ്യാസം ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അങ്ങയോടൊരു കാര്യം പറയാനുണ്ട്. ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യത്തിലെ ദുരന്തം താങ്കളെപ്പോലുള്ള പത്രപ്രവർത്തകരാണ്. മലയാള മനോരമയെപ്പോലുള്ള പത്രങ്ങളാണ് ശ്രീ മോഹൻ മാത്യു നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ദുരന്തം. ഇവിടെ ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന നമ്മുടെ പത്രങ്ങളാണ്. താങ്കൾ മറക്കരുത്, അർത്ഥസത്യങ്ങളും അസത്യങ്ങളും ഇതൊക്കെ സത്യത്തിൻ്റെ കുപ്പായം ഇതിനെയൊക്കെ ഇടിവിച്ച് നേരെ കൊണ്ടുവന്ന് വാർത്തകളാക്കി ജനങ്ങളുടെ മുന്നിൽ കൊടുക്കുന്ന ഇന്ത്യയിലെ മാധ്യമങ്ങൾ, കേരളത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വായിക്കുന്ന മനോരമയടക്കമുള്ള പത്രങ്ങളാണ് ആധുനിക യുഗത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ബാധ്യത, ശാപം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അവരോട് ചോദിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ കൃത്യമായി സ്നേഹിക്കുന്ന, ഈ രാജ്യത്ത് ക്രമസമാധാന നില നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, രാജ്യത്ത് ജനാധിപത്യം ഭംഗിയായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ പൗരൻ മാത്രമാണ്. ഇതിലെല്ലാം ഉപരിയായിട്ട് മലയാള മനോരമയുടെ വായനക്കാരനുമാണ്. ഇത് വെച്ചാണ് ഞാൻ ഇത് പറഞ്ഞത്. ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. ശ്രീ മോഹൻ മാത്യു, അറേബ്യയിലെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങൾ പൂശിയാലും അങ്ങയുടെ കയ്യിലെ കറമായില്ല എന്ന ഒരു സ്ഥിതി ഉണ്ടാകരുത്. ചരിത്രം താങ്കളെ വിധിക്കാൻ ഇടവരുത്തരുത്. ഇനിയും ചരിത്രം മുന്നോട്ട് പോകും. ഇത്തരം എഡിറ്റോറിയലുകൾ എഴുതുമ്പോൾ സത്യസന്ധമായി, നിഷ്പക്ഷമായി എഴുതാൻ അങ്ങ് തയ്യാറാകണം. ഒരു കാര്യം കൂടി അങ്ങേക്ക് എഴുതാമായിരുന്നു. ഇത്രയൊക്കെ എവിഡൻസ് വെച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തിയ രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ട് കോടതിയെ സമീപിച്ചുകൂടാ? രാഹുൽ ഗാന്ധി പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം കേട്ടിട്ട് കോടതി കേസെടുത്തോളൂ എന്നാണ്. രാഹുൽ ഗാന്ധി പറയുന്ന വിഡ്ഢിത്തത്തിനൊന്നും മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അയാളെ ഞാൻ ഗൗരവമായിട്ട് എടുത്തിരിക്കുന്ന ഒരാളെ അല്ല. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശാപമാണ് ഇതുപോലൊരു 4ാം തരം രാഷ്ട്രീയക്കാരൻ വന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവാകുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് തുല്യമായ സ്ഥാനമാണ്
പ്രതിപക്ഷ നേതാവിനുള്ളത്. ഒരു ബോധവുമില്ലാത്ത ഒരു എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ബഹുമാനിക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷെ അങ്ങ് ഓർക്കേണ്ട ഒരു കാര്യം, ഈ എഡിറ്റോറിയലിൽ അങ്ങ് അതോടെ എഴുതി ചേർക്കണമായിരുന്നു, രാഹുൽ ഗാന്ധിക്ക് ഇത്രയുമൊക്കെ തെളിവുകളുള്ള സാഹചര്യത്തിൽ ഇതുമായി കോടതിയിലേക്ക് പോകാൻ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി തയ്യാറാകുന്നില്ല എന്നുകൂടി എഡിറ്റോറിയൽ ഒരു വാചകം എഴുതി ചേർത്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു വായനക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ സന്തോഷിക്കുമായിരുന്നു. നിഷ്പക്ഷമായി നിർഭയമായി സത്യം പറയാൻ മലയാള മനോരമയ്ക്ക് കഴിയുന്ന ഒരു ദിവസം എന്നെങ്കിലും ഉണ്ടാകട്ടെ എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.